Hello everyone, how are you all? I think all are fine. In today's class, we are moving on to our second unit, Health and Hygiene. നമ്മുടെ സെക്കൻഡ് യൂണിറ്റ് ആയിട്ടുള്ള ഹെൽത്ത് ആൻഡ് ഹൈജീൻ, ആരോഗ്യവും ശുചിത്വം എന്നുള്ള ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. In simple terms, health refers to a person's physical, emotional and psychological well-being. നമ്മൾ ഹെൽത്തിനെ സിമ്പിളായിട്ട് ഡെഫിനിഷൻ പറഞ്ഞത് ഒരു വ്യക്തിയുടെ ശാരീരിക, മാനസിക, സാമൂഹിക ക്ഷേമമാണെന്നാണ് നമ്മൾ ഫസ്റ്റ് യൂണിറ്റിൽ പറഞ്ഞത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഹൈജീൻ റെഫേഴ്സ് ടു ഗുഡ് പ്രാക്ടീസസ് ദാറ്റ് പ്രിവെൻറ്റ് ഡിസീസസ് ആൻഡ് ലീഡ് ടു ഗുഡ് ഹെൽത്ത്. അതായത് ഹൈജീൻ എന്നാൽ രോഗങ്ങളെ തടയുകയും നല്ലൊരു ആരോഗ്യത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്ന നല്ല ശീലങ്ങളെ പറയുന്ന പേരാണ് ഹൈജീൻ എന്നത്. ഓക്കെ, ഇൻ സിമ്പിൾ വേർഡ്സ്, ഹൈജീൻ ഈസ് എ സെറ്റ് ഓഫ് പ്രാക്ടീസസ് പെർഫോംഡ് ടു പ്രിസർവ് ഹെൽത്ത്. അതായത് സിമ്പിൾ വേർഡ്സിൽ ഹൈജീൻ നമ്മൾ ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ ആരോഗ്യം കാത്തു സൂക്ഷിക്കുന്ന ഒരു കൂട്ടം സമ്പ്രദായത്തെ പറയുന്ന പേരാണ് ഹൈജീൻ. ഓക്കെ, ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് ഹൈജീൻ റെഫേഴ്സ് ടു ഗുഡ് പ്രാക്ടീസസ് ദാറ്റ് പ്രിവെൻറ്റ് ഡിസീസസ് ആൻഡ് ലീഡ് ടു ഗുഡ് ഹെൽത്ത്. അതായത് രോഗങ്ങളെ തടയുകയും നല്ലൊരു ആരോഗ്യത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്ന നല്ല ശീലങ്ങൾ അല്ലെങ്കിൽ നല്ല രീതികളെ പറയുന്ന പേരാണ് ഹൈജീൻ എന്നത്. അതുപോലെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഹൈജീൻ ഈസ് എ സെറ്റ് ഓഫ് പ്രാക്ടീസസ് പെർഫോംഡ് ടു പ്രിസർവ് ഹെൽത്ത്. ആരോഗ്യം കാത്തു സൂക്ഷിക്കുന്ന ഒരു കൂട്ടം സമ്പ്രദായത്തെ പറയുന്ന പേരാണ് ഹൈജീൻ. അക്കോർഡിംഗ് ടു WHO, hygiene refers to the conditions and practices that help to maintain health and prevent spread of diseases. അതായത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ അഭിപ്രായത്തിൽ ഹൈജീൻ എന്നത് ആരോഗ്യം നിലനിർത്താനും രോഗങ്ങൾ പടരുന്നത് തടയാനും സഹായിക്കുന്ന ഒരവസ്ഥയെ പറയുന്ന പേരാണ് ഹൈജീൻ എന്നത്. ആരോഗ്യം നിലനിർത്താനും രോഗങ്ങൾ പടരുന്നത് തടയാനും സഹായിക്കുന്ന ഒരവസ്ഥയെ പറയുന്ന പേരാണ് ഹൈജീൻ. നെക്സ്റ്റ് ടോപ്പിക്കാണ് ഹെൽത്ത് എഡ്യൂക്കേഷൻ. ഹെൽത്ത് എഡ്യൂക്കേഷൻ ടീച്ചേഴ്സ് ഫിസിക്കൽ, മെൻ്റൽ, ഇമോഷണൽ ആൻഡ് സോഷ്യൽ ഹെൽത്ത്. അതായത് ആരോഗ്യ വിദ്യാഭ്യാസം എന്നാൽ ശാരീരികമായും മാനസികമായും സാമൂഹികമായും വൈകാരികമായുമുള്ള ഒരു ആരോഗ്യത്തെ പഠിപ്പിക്കലാണ് ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്നത്. ഇറ്റ് ഹെൽപ്സ് സ്റ്റുഡൻസ് ടു ഇംപ്രൂവ് ആൻഡ് പ്രിസർവ് ദെയർ ഹെൽത്ത് ആൻഡ് അവോയ്ഡ് ഇൽനെസ് ആൻഡ് റെഡ്യൂസ് റിസ്കി ബിഹേവിയേഴ്സ്. ഈ ഒരു ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്നത് നമ്മൾ വിദ്യാർത്ഥികൾക്ക് നൽകുകയാണെങ്കിൽ അവരുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുവാനും അവർക്ക് രോഗങ്ങളിൽ നിന്നെല്ലാം അവരെ സംരക്ഷിക്കുവാനും അതുപോലെ അപകടകരമായിട്ടുള്ള പെരുമാറ്റങ്ങളിൽ നിന്നെല്ലാം റിസ്കി ബിഹേവിയറുകളിൽ നിന്നെല്ലാം അവർക്ക് വിട്ടു നിൽക്കുവാനും ഈ ഒരു ഹെൽത്ത് എഡ്യൂക്കേഷൻ അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഹെൽത്ത് എഡ്യൂക്കേഷൻ കരിക്കുലം ആൻഡ് ട്രെയിനിങ് ഹെൽപ്പ് സ്റ്റുഡൻസ് ലേൺ സ്കിൽസ് സോ ദാറ്റ് ദേ ക്യാൻ മേക്ക് ഹെൽത്തിയർ ഡിസിഷൻ ഇൻ ദെയർ ലൈഫ്സ്. അതായത് ഒരു ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്നുള്ളത് നമ്മുടെ പാഠ്യപദ്ധതിയിൽ കരിക്കുലം കൊണ്ടുവരികയാണെങ്കിൽ ഒരു ആരോഗ്യ വിദ്യാഭ്യാസം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് അവരുടെ എബിലിറ്റീസ്, അവരുടെ കഴിവുകൾ മനസ്സിലാക്കാനും അതുപോലെ അവരുടെ ലൈഫിൽ നല്ല ഡിസിഷൻസ് എടുക്കുവാനും അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ടോപ്പിക്, സ്കോപ്സ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ. ആരോഗ്യ വിദ്യാഭ്യാസത്തിൻ്റെ വ്യാപ്തി. ഇതിൽ ഫസ്റ്റ് വൺ, knowledge about food items and their contribution of the proper growth and development of the human body. അതായത് ഭക്ഷണ പദാർത്ഥങ്ങളെക്കുറിച്ചുള്ള ഒരു അറിവ്, അതുപോലെ ആ ഒരു ഭക്ഷണ പദാർത്ഥങ്ങൾ എങ്ങനെയാണ് പ്രോപ്പറായിട്ട് ഒരു മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ വളർച്ചയ്ക്കും വികസനത്തിനൊക്കെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത് കൂടെ നമുക്ക് ഈ ഒരു ഹെൽത്ത് എഡ്യൂക്കേഷൻ പഠിക്കുന്നതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. നെക്സ്റ്റ് വൺ, സിഗ്നിഫിക്കേഷൻ ഓഫ് പ്യുവർ ആൻഡ് ക്ലീൻ വാട്ടർ, ഫ്രഷ് എയർ, പ്രോപ്പർ റെസ്റ്റ്, ഫിസിക്കൽ എക്സസൈസ്, റീക്രിയേഷൻ ആൻഡ് സൗണ്ട് സ്ലീപ്പ്. ഇവിടെ പറയുന്നത് ശുദ്ധജലം, ശുദ്ധവായു, അതുപോലെ ശരിയായിട്ടുള്ള ഒരു വിശ്രമം, അതുപോലെ എക്സസൈസ്, പ്രോപ്പറായിട്ട് ഉറക്കം എന്നിവയുടെയൊക്കെ ഒരു പ്രാധാന്യം മനസ്സിലാക്കാൻ ഈ ഒരു ഹെൽത്ത് എഡ്യൂക്കേഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ, ബാഡ് ഹാബിറ്റ് ലൈക്ക് സ്മോക്കിംഗ്, ഡ്രിങ്കിങ് ആൻഡ് ടേക്കിംഗ് ഡ്രഗ്സ് and their evil effects on health includes physical and mental damage caused to the individual as well as society. അതായത് ബാഡ് ഹാബിറ്റുകളായിട്ടുള്ള പുകവലി, മദ്യപാനം, മയക്കുമരുന്ന് ഇവയൊക്കെ ഉപയോഗിക്കുന്നതിൻ്റെ ഒരു ദോഷഫലങ്ങൾ നമ്മളെ ഫിസിക്കലായും മെൻ്റലായിട്ടും നമ്മെ തകർക്കും. അതുപോലെ തന്നെ ആ ഒരു ഉപയോഗം നമ്മുടെ സൊസൈറ്റിക്കും ദോഷകരമായും ബാധിക്കും എന്നൊരു അവയർനെസ് കൊടുക്കാൻ ഈ ഒരു ഹെൽത്ത് എഡ്യൂക്കേഷനിലൂടെ നമുക്ക് സാധിക്കും. നെക്സ്റ്റ് വൺ, ഡെവലപ്പ് മെൻ്റൽ ഹെൽത്ത്, ഡൊമസ്റ്റിക് ഹൈജീൻ, കമ്മ്യൂണിറ്റി ഹൈജീൻ, സെക്സ് ഹൈജീൻ എക്സെട്ര.
അതായത് മാനസികാരോഗ്യം, അതുപോലെ വീട്ടിലെ ശുചിത്വം, വീടുകളിലെ ശുചിത്വം, ലൈംഗിക ശുചിത്വം എന്നിവയെക്കുറിച്ചൊക്കെയുള്ള ഒരു അവയർനെസ് നമുക്ക് ലഭിക്കാനും അതുപോലെ തന്നെ അതിലൊക്കെ ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കിയെടുക്കാനും ഈ ഒരു ഹെൽത്ത് എഡ്യൂക്കേഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ ആണ്, ഇറ്റ് ഈസ് ഡിപ്പെൻഡൻറ്റ് ആൻഡ് ക്ലോസ്ലി റിലേറ്റഡ് ടു മെനി അതർ ആസ്പെക്ട് ബിസൈഡ്സ് ഹെൽത്ത്. അതായത് ഈ ഒരു ഹെൽത്ത് എഡ്യൂക്കേഷൻ ആരോഗ്യത്തിന് പുറമെ നിരവധി വശങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. ഈ ഒരു ഹെൽത്ത് എഡ്യൂക്കേഷൻ ആരോഗ്യത്തിന് പുറമെ പല വശങ്ങളുമായി മെനി ആസ്പെക്റ്റുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഇമ്പോർട്ടൻസ് ഓഫ് ഫസ്റ്റ് എയ്ഡ് ഇൻ എമർജൻസി. അതായത് എമർജൻസി സിറ്റുവേഷൻസുകളിൽ, അടിയന്തരമായിട്ടുള്ള സാഹചര്യങ്ങളിൽ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്നതിനെ കുറിച്ചുള്ള അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാൻ ഈ ഒരു ഹെൽത്ത് എഡ്യൂക്കേഷനിലൂടെ നമുക്ക് സാധിക്കും. വൺ, സെർട്ടെയിൻ കോമൺ ഡിസീസസ് ആൻഡ് ദെയർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ. അതായത് ചില സാധാരണ രോഗങ്ങളും അവയുടെ ആ ഒരു പ്രതിരോധവും അതുപോലെ അത് നിയന്ത്രിക്കാനും ഒക്കെ നമുക്ക് ഏതിലൂടെ സാധിക്കും? ഈ ഒരു ഹെൽത്ത് എഡ്യൂക്കേഷനിലൂടെ സാധിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് സ്കോപ്സ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ. നമ്മൾ ഈ ഒരു ഹെൽത്ത് എഡ്യൂക്കേഷൻ്റെ പോയിന്റുകൾ എല്ലാം ഒരു കൺക്ലൂഷൻ നമുക്ക് എത്താൻ സാധിക്കും. ദ നോളജ് അക്വയർഡ് ബൈ ഹെൽത്ത് എഡ്യൂക്കേഷൻ ക്യാൻ ബി അപ്ലൈഡ് ഇൻ ദ സ്കൂൾ ലൈഫ്, പേഴ്സണൽ ലൈഫ് ആൻഡ് കമ്മ്യൂണിറ്റി ലൈഫ്. അതായത് ആരോഗ്യ വിദ്യാഭ്യാസത്തിലൂടെ ഈ ഒരു ഹെൽത്ത് എഡ്യൂക്കേഷൻ നേടുന്നതിലൂടെ ആ ഒരു അറിവ് നമ്മൾ ആ ഒരു ഹെൽത്ത് എഡ്യൂക്കേഷനിലൂടെ നമ്മൾ നേടിയിട്ടുള്ള ആ ഒരു അറിവ് നമ്മുടെ പേഴ്സണൽ ലൈഫിലും അതുപോലെ കമ്മ്യൂണിറ്റി ലൈഫിലും എല്ലാം നമുക്ക് ഉപയോഗപ്പെടുത്താമെന്നാണ് പറയുന്നത്. നമ്മുടെ സ്കൂൾ ലൈഫിൽ മാത്രമല്ലാതെ നമ്മുടെ പേഴ്സണൽ ലൈഫിലും കമ്മ്യൂണിറ്റി ലൈഫിലും നമുക്ക് ഹെൽപ്ഫുൾ ആവുമെന്നാണ് പറയുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഹെൽത്ത് ആൻഡ് ഹൈജീൻ എന്ന യൂണിറ്റിലെ ഹൈജീൻ, ഹെൽത്ത് എഡ്യൂക്കേഷൻ, സ്കോപ്സ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്നീ ടോപ്പിക്കുകളാണ്. സോ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ലെറ്റ്സ് വൈൻഡ് അപ്പ് അവർ ക്ലാസ്. താങ്ക് യു ഓൾ.